മിനർവ അക്കാദമിയിൽ 3-ഇയർ ഡിഗ്രി കോഴ്സുകൾ ആരംഭിച്ചിരിക്കുന്നു. മെഡിക്കൽ ലാബ് ടെക്നോളജി, ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി, കാർഡിയാക് കെയർ ടെക്നോളജി, ഡയാലിസിസ് ടെക്നോളജി, ഹോസ്പിറ്റൽ സ്റ്റെറിലൈസേഷൻ (CSSD), റേഡിയോളജി ടെക്നോളജി, ഒപ്റ്റോമെട്രി ടെക്നോളജി കൂടാതെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് MBA കോഴ്സുകളും ആരംഭിക്കുന്നു. മിനർവ അക്കാദമി. കോൺടാക്ട് നമ്പർ 9995373833 അല്ലെങ്കിൽ 9895841933. മിനർവ അക്കാദമി, സ്കിൽ ആൻഡ് പ്രൊഫഷണൽ സ്റ്റഡീസ്. 2004 ഇടതുപക്ഷത്തിന്റെ സമ്മർദ്ദത്തെ തുടർന്ന് മാത്രം ഒന്നാം UPA ഗവൺമെന്റ് കൊണ്ടുവരാൻ നിർബന്ധിതമായ പദ്ധതിയാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന് മന്ത്രി MP രാജേഷ്. ഒന്നാം UPA ഗവൺമെന്റിൽ ഇടതുപക്ഷ പിന്തുണ ഇല്ലാതായത് മുതൽ ആ പദ്ധതിയെ ഇല്ലാതാക്കാനുള്ള ശ്രമം നടന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. രണ്ടാം UPA ഗവൺമെന്റ് കാലത്ത് ആ ശ്രമങ്ങൾ കൂടുതൽ ശക്തിപ്പെട്ടുവെന്നും പലതവണ അതിൽ വെള്ളം ചേർത്തുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. BJP ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ അത് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുവെന്നും അതാണ് ഇന്ന് പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന VBG റാംജി എന്ന പദ്ധതിയെന്നും MP രാജേഷ് കുറ്റപ്പെടുത്തി. ഗാന്ധിജിയെ മാറ്റി റാംജിയെ കൊണ്ടുവന്നിരിക്കുകയാണെന്നും ഗാന്ധിജിയുടെ റാം അല്ല അതെന്ന് എല്ലാവർക്കും അറിയാമെന്നും MP രാജേഷ് പറഞ്ഞു. പ്രശ്നം പദ്ധതിയുടെ പേര് മാറ്റുന്നത് മാത്രമല്ലെന്നും കോടിക്കണക്കിന് തൊഴിലാളികളുടെ ഉപജീവനത്തിന് നേരെയുള്ള യുദ്ധമാണ് മോദി ഗവൺമെന്റ് ഇപ്പോൾ അഴിച്ചുവിട്ടിരിക്കുന്നതെന്നും MP രാജേഷ് വിമർശിച്ചു. പദ്ധതിയുടെ ചിലവ് 40% സംസ്ഥാനം വഹിക്കണം എന്ന വ്യവസ്ഥയാണ് കേന്ദ്രം നിശ്ചയിക്കുന്നതെന്നും ശരാശരി 4000 കോടി രൂപ കേരളത്തിന് ലഭിക്കുന്നതെന്നും 1600 കോടി ഓരോ വർഷവും അധികമായി കേരളത്തെ അടിച്ചേൽപ്പിക്കുകയാണ് മോദി ചെയ്യുന്നതെന്നും മന്ത്രി കുറ്റപ്പെടുത്തി. പാർലമെന്റ് പാസാക്കിയ നിയമപ്രകാരം കേന്ദ്രത്തിന് പൂർണ്ണമായി ഉത്തരവാദിത്തമുള്ള ഒരു പദ്ധതി ഏതാണ്ട് പകുതി ഇപ്പോൾ സംസ്ഥാനത്തിന്റെ മേൽ അടിച്ചേൽപ്പിക്കുകയാണ് മോദി ഗവൺമെന്റ്. ചിലവ് പകുതി സംസ്ഥാനങ്ങൾ എടുക്കണം, പക്ഷേ വ്യവസ്ഥയെല്ലാം കേന്ദ്രമാണ് തീരുമാനിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. പേര് മുതൽ എല്ലാം വ്യവസ്ഥയും കേന്ദ്രമാണ് തീരുമാനിക്കുന്നത്. ഇത് എല്ലാ കേന്ദ്രാവിഷ്കരണ പദ്ധതികളുടെ കാര്യത്തിൽ മോദി ഗവൺമെന്റ് സ്വീകരിച്ച നിലപാടാണ്. ഇത് സംസ്ഥാനങ്ങളുടെ ധനകാരമായ അവകാശത്തിന് മേലുള്ള മര്യാദയില്ലാത്ത കടന്നാക്രമണമാണ്. 826.9 കോടി രൂപ ഇപ്പോൾ തന്നെ കേരളത്തിന് കുടിശ്ശികയാണ്. കേന്ദ്രം വേതനം കൊടുക്കാൻ വൈകിയാൽ നഷ്ടപരിഹാരം നൽകേണ്ടത് സംസ്ഥാനങ്ങളാണെന്നും മന്ത്രി പറഞ്ഞു. തൊഴിൽ ദിനങ്ങൾ 100-ൽ നിന്ന് 125 ആക്കി ഉയർത്തിയേക്കുമെന്ന വ്യവസ്ഥ പഞ്ചസാരയിൽ പുരട്ടിയ വിഷമാണെന്നും അദ്ദേഹം പ്രതികരിച്ചു. കേന്ദ്രം നടത്തുന്ന പദ്ധതിയിൽ ഇപ്പോൾ തന്നെ 826.9 കോടി രൂപ കേരളത്തിന് കുടിശ്ശികയാണെന്നും കുടിശ്ശിക വരുത്തുന്നതും ബോധപൂർവമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇത്തരം നിലപാട് സ്ത്രീകൾക്കെതിരായ ആക്രമണമാണ്. കേരളത്തിൽ കൂടുതലും തൊഴിലാളികൾ സ്ത്രീകളാണെന്നും അദ്ദേഹം പറഞ്ഞു. സ്വാഭാവികമായി പദ്ധതിയെ കൊല്ലുകയാണ് മോദി സർക്കാരിന്റെ നീക്കം. കാർഷിക സീസണിൽ തൊഴിലുറപ്പ് പാടില്ല എന്ന വ്യവസ്ഥ ഫലത്തിൽ തൊഴിലുറപ്പ് നടത്തരുത് എന്നാണ്. 3 സീസൺ കൃഷി നടത്തുന്ന സ്ഥലങ്ങൾ ഇന്ത്യയിലുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. സാധ്യമാകുന്ന എല്ലാ മാർഗവും ബില്ലിനെതിരെ കേരളം സ്വീകരിക്കും. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ Anytime News.